ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നും നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണുള്ളത് കേട്ടോ. ഇവിടുത്തെ പാടങ്ങളും കൃഷികളൊക്കെ കാണാൻ ഒരു വെറൈറ്റിയായ കാഴ്ച തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വണ്ടിയിൽ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് കണ്ട കാഴ്ചകളാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പകർത്തിയതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ല മനോഹരമായിട്ട് തോന്നുക. എന്ത് കാരണമെന്ന് പറഞ്ഞാൽ ഞാറ് ഞെട്ടിരിക്കുക, നെൽകൃഷിയും ആ മലയും കുന്നും മേടും ഒക്കെ കാണാൻ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ തമിഴ്നാട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, തമിഴ്നാടെന്ന് മാത്രമേ അറിയാവൂ. എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, എന്ത് വെറൈറ്റി കാഴ്ച കാണാനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവിടെ പോയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്യാമറമാൻ ഇതുവരെയും സ്ഥലത്തിൻ്റെ കാര്യ വിവരണങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ പോകാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ പോയതിന് ശേഷം ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. കാഴ്ചകൾ എങ്ങനെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം അവിടെ പോയിട്ട് പറയാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, സുഖാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്യാമറമാൻ തന്ന വലിയൊരു ഗിഫ്റ്റ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളി പറഞ്ഞ് ഇന്ന് രാവിലെ ഒന്നിൽ ഏതെങ്കിലും ഒരു പള്ളി അല്ലെങ്കിൽ നമുക്കൊരു ക്ഷേത്രം കവർ ചെയ്യാൻ പോകാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനും ഇത്രയും വലിയൊരു ഗിഫ്റ്റാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു വെറൈറ്റി ആയ കാഴ്ചയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പം വീണ്ടും ഞാൻ നിങ്ങളെ എൻ്റെ വ്ളോഗിലൂടെ ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഈ കാഴ്ചകൾ കാണാൻ ഞാൻ എൻ്റെ ബിൻ വ്ളോഗിലൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് പറയാനാണ്, നല്ല വെയിലുണ്ട് കേട്ടോ. മഴയില്ല, നല്ല വെയിലുണ്ട്. നമ്മുടെ എന്ത് പറയാനാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ തമിഴ്നാടാണെന്നല്ലേ. അപ്പോൾ ഇവിടുത്തെ എന്ത് പറയാനും ഒരുപാട് പ്രദേശവാസികളുടെ ഒരു കുഞ്ഞു ഫാമിലിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മുടെ ഈ കാണാൻ കാഴ്ചയിലെ വിവരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികളോട് നമുക്ക് ചോദിക്കണം അല്ലേ. അപ്പോൾ എന്ത് പറയാനാണ്, അപ്പോൾ നമുക്ക് രണ്ട് അങ്കിൾ അവിടെ ഉണ്ട്, ഇരിക്കുക കേട്ടോ. ഞാൻ എന്തായാലും അവരോട് നമ്മുടെ വിശേഷമല്ല ഈ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാം. അപ്പം വീണ്ടും ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ, കൂടെ വന്നാണേ. അങ്ങളെ அப்ப பின்ன நீங்க இங்க தானே இருக்கீங்க, இந்த ஊரு தானே? மலையாளம் தெரியுமா உங்களுக்கு? மலையாளம் தெரியாது, அப்ப தமிழ் தெரியும் தான் പറയണം. മലയാളം അറിയില്ല, തമിഴ് தெரியாதுന്നാണ് തമിഴ് അറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ഫാമിലി ഉണ്ട്, ഇതെന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് തിരക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര ഫാമിലി ഇருக்கு ഇങ്ങ இந்த ஊர்ல? 1800 ഫാമിലി ഇരിക്കാണ്. തിരുനെൽവേലി മാവട്ടത്തിൽ ഒവ്വരി. അപ്പോൾ തിരുനെൽവേലി ജില്ലയിലെ ഒവ്വരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ വെറൈറ്റി കാഴ്ചകൾ കാണാനായിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത്. എന്തായാലും 1974 അതെയോ? 2024 50 വർഷം അല്ലേ. അപ്പൊ 1974 ഈ എന്ത് പറയാനാണ് കപ്പൽ കോയിൽ സ്ഥാപിച്ചത്. 50 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. വെള്ളക്കാരുടെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്താണ് ഈ കപ്പൽ കോയിൽ ഉള്ളതെന്നാണ് പറയുന്നത്, നിർമ്മിച്ചത് കേട്ടോ. അപ്പൊ പിന്നെ ഇവിടെ എത്ര കോയിൽ എനിക്ക് വേണം? വേറെ 4 ചർച്ച ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുപോലെ ബ്രിട്ടീഷുകാരുടെ ചർച്ച് വേറെ ഉണ്ടോ? ഇത് മട്ടും തന്നെ വേറെ ചർച്ചൊക്കെ ഉണ്ട്. അത് അല്ലാതെയാണ് ബ്രിട്ടീഷുകാർ പണിത ചർച്ചാണ് ഉള്ളത്. അപ്പം ഏത് ചർച്ചാണ് എന്താണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പം ഞാൻ വീണ്ടും കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാന്നേ. അപ്പം പോട്ടെ, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റ് വലുതാണ് കേട്ടോ. അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു പുണ്യസ്ഥലവും കൂടെയാണ് കേട്ടോ, ഒരു മാതാവിൻ്റെ പള്ളിയാണ്. അപ്പം ഇത് നോക്കിക്കേ, സെൽവമാതാ ചർച്ചാണ് കേട്ടോ. അതെ കേട്ടോ, നമ്മുടെ എന്ത് പറയാനാണ് കപ്പലിൻ്റെ മോഡലാണ് കേട്ടോ ഈ പള്ളി പണിത് വെച്ചേക്കുന്നത്. കപ്പലും മുകളിൽ കണ്ടോ എയർപ്ലെയിനിൻ്റെ മോഡലുമാണ്. പറയാണ്ടിരിക്കാൻ വയ്യ, കണ്ണിനൊക്കെ കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. എനിക്ക് അതിശയം തോന്നുക, ഒരു എക്സൈറ്റ്മെൻറ്റ് മനസ്സിൽ. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള ചർച്ചിൽ വന്നിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ചർച്ചിലോട്ട് ഒന്ന് കയറാന്നേ. അപ്പോൾ പിന്നെ
ഇത് എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഒരു ചർച്ച് എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം വലുതായിരിക്കും അല്ലേ. വലിയ ഭയങ്കരമായിട്ട് ഒരു സ്പേസ് ആണ് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം പകർത്താൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും ഞാനിത് പള്ളിയുടെ അകത്തോട്ട് കയറി പോവുകയാണ്. ഇവിടെ വന്നോളൂ. അതെ, അപ്പോൾ സ്റ്റെപ്പുകൾ കയറി ഞാൻ ഉള്ളിലോട്ട് കടന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിനൊരു വല്ലാത്ത ഫീലിംഗ് തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചോളൂ മനസ്സറിഞ്ഞ്. അപ്പോൾ എന്ത് പറയാനാണ്, ആ സിൽവർ ഒന്ന് കണ്ടോ, ആ കുരിശ് കണ്ടോ, ആ കുരിശിൽ നിന്നും ഇടയ്ക്ക് നല്ല പ്രകാശം മണിക്കൂറുകളോളം നിൽക്കുമെന്നാണ് പറയുന്നത്. അത് അവർ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. എന്ത് തന്നെയായിരുന്നാലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് ചുറ്റിക്കാണാനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ, കടലിൻ്റെ തീരത്തും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്ത് പറയുന്നത്, കപ്പൽ മാതാ എന്ന് പറയുന്ന ഒരു ചർച്ച്, കപ്പലിൻ്റെ മോഡലിലാണ് ഈ ചർച്ച ഉള്ളതെങ്കിലും നമ്മുടെ കടൽ തീരവും അടുത്തുണ്ട് കേട്ടോ. അതെ കണ്ടോ, ബോട്ടൊക്കെ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ എന്ത് പറയാനാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. എനിക്കറിയില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. ഇത്രയും കാഴ്ച ഭയങ്കര അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ് എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ, ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കാൻ ഇടയായ ഒരു കാര്യമാണ്. ഞാൻ കണ്ടോ, ഇസ്രായേൽ ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗ് വെച്ചിരിക്കുക. ഇതുപോലെ തന്നെ ചൈനയുണ്ട്, കൊളംബോ ഉണ്ട്, എന്താ ഇതാ കണ്ടോ. ഓസ്ട്രേലിയ കണ്ടോ, അങ്ങനെ വെച്ചിരിക്കുക. ഒരു വെറൈറ്റി കേട്ടോ ഈ പള്ളിക്കകത്ത്. അതൊരു ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നുക. അത് വേറെ എന്ത് ഉദ്ദേശിച്ചാണെന്നൊന്നും എനിക്കറിയില്ല. ഓരോ രാജ്യത്തും നമ്മുടെ എന്ത് പറയാനാണ്, മതത്തിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. എല്ലായിടവും ഒന്നുപോലെയാണ് എന്നുള്ളത് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാഴ്ചകൾ അവശേഷിക്കുന്നില്ല കേട്ടോ. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് ഒന്ന് പോകാം കേട്ടോ. അമ്പൂരിയിൽ നിന്നും, നമ്മുടെ തിരുവനന്തപുരം ജില്ലയായ അമ്പൂരിയിൽ നിന്നും 180 കിലോമീറ്റർ അകലെയാണ് ഞാനെന്നുള്ളത്. ഒവ്വരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. തിരുനെൽവേലി ജില്ലയിൽ ഒവ്വരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കപ്പൽ മാതാ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഒരു വെറൈറ്റി കാഴ്ചയാണ്. ഞാൻ ആദ്യം സത്യം പറയുമെങ്കിൽ ഞാൻ ആദ്യം കണ്ടപ്പം ഈ കപ്പലിൻ്റെ പുറത്ത് വിമാനമോ എന്ന് ചിന്തിച്ചു പോയി കേട്ടോ. ഒരു വളരെ എക്സൈറ്റ്മെൻറ്റ്, ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിന് വളരെ കൗതുകം തോന്നി കേട്ടോ. എന്തായാലും 1903 ഈ കടൽ തീരത്ത് ഈ കപ്പൽ മാതാ ചർച്ച് നിർമ്മിക്കപ്പെട്ടത്. അത് എന്തു പറയാനാണ്, വെള്ളം കാരണം അത് ഇടിഞ്ഞു പോയെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 1974 വീണ്ടും ഈ കപ്പൽ മാതാ ചർച്ച് ഇവിടെ പുനഃസ്ഥാപിച്ചത്. അപ്പോൾ പിന്നെ ഈ പള്ളിയുടെ ഉത്സവമൊക്കെ കഴിഞ്ഞ മാസമായിരുന്നു കേട്ടോ. അടുത്ത് എന്ത് പറയാനാണ്, ഇപ്പം നമ്മൾ ആ സമയമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞാനും ആദ്യമായിട്ട് കാണുന്നതല്ലേ, എന്ത് പറയാനാണ്. അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു. നമുക്ക് എന്തായാലും കടൽ കാണാം കേട്ടോ. അതെ, അപ്പോൾ പിന്നെ സെപ്റ്റംബർ 18 ഇവിടുത്തെ പള്ളി പെരുന്നാൾ കേട്ടോ. ചുറ്റിക്കാണാനാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ തന്നെയുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നു പോകുന്ന ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ. ഒരു പുണ്യസ്ഥലം കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഈ ചർച്ച് നിങ്ങൾക്കിഷ്ടമായോ? നിങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും വരാൻ പറ്റുകയാണെങ്കിൽ വന്നു പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൗതുകം തോന്നുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഈ പൊക്കപ്പുറത്തിരുന്ന് അങ്ങോട്ട് കടലിൻ്റെ കാഴ്ചകൾ കാണാൻ ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഈ ചായയൊക്കെ ഉള്ള കേട്ടോ, ആരൊന്നുമില്ല. കടയൊക്കെ കുറേ ദൂരം പോകണം. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കണ്ടോ, അടുത്ത് നമ്മൾ നിൽക്കുന്നത് കണ്ടോ, ഈ കല്ലറയാണ് കേട്ടോ. ഒരുപാട് കല്ലറ ഇവിടെ എന്ത് പറയാനാണ്, ഒരുപാട് ഫാമിലി കേട്ടോ മരിച്ചവരടക്കപ്പെട്ട ഒരു കല്ലറ തന്നെ. ഒരു കോമ്പൗണ്ട് അത്രയുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് നിൽക്കും. അതിനകത്ത് നിൽക്കുന്നതല്ല, ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടവരെ അടക്കിയ ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ അങ്ങനെ ഒരു സ്പേസാണ്. അത് കഴിഞ്ഞ് എന്ത് പറയാനാണ്, ഇവിടെ വന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറാനും ബാത്റൂം സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലേഡീസിനും ജെൻസിനൊക്കെ ആ ഭാഗത്തായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ഹാർബർ പോലെയാണ് കേട്ടോ. അതായത് കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നവർ തന്നെ മീനൊക്കെ ഇതാ കണ്ടോ
മീനൊക്കെ വലയിട്ട് പിടിച്ച് കുറച്ച് അപ്പുറത്തായിട്ട് കൊണ്ടുപോയി വിൽപ്പന നടത്തുമെന്നാണ് ഞാനിവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത് കേട്ടോ. കണ്ടോ, അപ്പം ഈ ഭാഗത്തോട്ടും ഇതിൻ്റെ പള്ളിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡ് കടലിൻ്റെ തീരം തന്നെയാണ് കേട്ടോ. കണ്ടോ. അതെ, അപ്പോൾ പിന്നെ നമ്മൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് കടൽ കാണാണ്ട് പോവുക അല്ലേ? നമ്മൾ ദൂരെ കാഴ്ചയിൽ കടൽ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ബണ്ടിൻ്റെ പുറത്തൂടെ നമുക്ക് കുറേ ദൂരം അങ്ങ് നടക്കാം കേട്ടോ. എന്തായാലും ധൈര്യം സംഭരിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കെങ്ങാണ്ട് ഒരാൾ വീണ് മരിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു. എങ്കിലും ഞാൻ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ബണ്ടിൽ കൂടെ നടക്കുമ്പോൾ നല്ല രസമുണ്ട്. കടലിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. എന്തായാലും തൊട്ടടുത്ത് മീൻസ് നമ്മളെന്ത് ഉൾക്കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീൽ പോലെ എനിക്ക് തോന്നി. ചുറ്റും കടലല്ലേ, നടുക്കൊരു ബണ്ട്, അങ്ങനെയല്ലേ. അപ്പോൾ എന്ത് പറയാനാണ്, എൻ്റെ ഒരു ആസ്വാദന രീതിയാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. എനിക്കൊരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് മറക്കാതെ പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ഓവരി ഒരു വെറൈറ്റി ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ തിരുനെൽവേലി ജില്ലയിലെ ഓവരി നമുക്കൊരു വെറൈറ്റി കാഴ്ച തന്നെയാണ് സമ്മാനിച്ചതല്ലേ. അടിപൊളി സ്ഥലമാണ്. അതുമാത്രമല്ല, വീണ്ടും പറഞ്ഞു പോവുകയാണ്, ഒരു പുണ്യ സ്ഥലവും കൂടെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവരെല്ലാം വലയിട്ട് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ വൈകുന്നേരം വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.